അനധികൃത പാർക്കിംഗിൽ അപകടക്കളമായി ഇടക്കൊച്ചി അക്യുനാസ് കോളേജ് പാമ്പായിമുല ഹൈവേ. അപകടങ്ങൾ സ്ഥിരമായിട്ടും പ്രദേശത്ത് പോലീസ് അധികാരികൾ വേണ്ട വിധത്തിലുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്ന് യാത്രക്കാരും നാട്ടുകാരും. ഇടക്കൊച്ചി അക്യുനാസ് കോളേജ് മുതൽ പാമ്പായിമുല വരെയുള്ള ഹൈവേ സ്ഥിരം അപകട മേഖലയായി മാറുന്നു. 2 ആഴ്ചകൾക്ക് മുൻപാണ് ഈ പ്രദേശത്ത് സൈക്കിൾ യാത്രികൻ സ്കൂട്ടർ ഇടിച്ചു മരിച്ചത്. ഇതേ സ്ഥലത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ ലോറിയിൽ കാറിടിച്ച് അപകടമുണ്ടായത്. മട്ടാഞ്ചേരി സ്വദേശി ഷെഫീഖിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഷെഫീഖും സുഹൃത്തുമാണ് കാറിലുണ്ടായിരുന്നത്. കാറിൽ എയർ ബാഗുകൾ ഉണ്ടായിരുന്നതിനാൽ കാർ യാത്രികർ ഗുരുതര പരിക്കുകളേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് കശുവണ്ടിയുമായി പോയ കണ്ടെയ്നറാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ടെയ്നറിന്റെ ഡീസൽ ടാങ്കിന് സമീപം കാറിടിച്ചെങ്കിലും കണ്ടെയ്നറിന്റെ വേഗത കുറവായതിനാൽ അപകടത്തിന്റെ ആഘാതം കുറഞ്ഞു. പ്രദേശത്തെ അനധികൃത പാർക്കിംഗ് സ്ഥിരം അപകടത്തിന് കാരണമാകുന്നതായി ജനങ്ങൾ പറയുന്നു. എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്ത വിധത്തിലും വാഹനങ്ങൾ അരികിലേക്ക് ഒതുക്കാൻ സാധിക്കാത്ത വിധത്തിലും വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുവരുന്ന വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് പ്രദേശത്ത് സ്ഥിരം അപകടത്തിന് കാരണമാക്കുകയാണ്. ഇന്നലെ രാത്രി ഒരു 10:30 ആ ടൈമിൽ വണ്ടി കൊല്ലത്തായിട്ട് ഓട്ടം പോണായിരുന്നു. അപ്പൊ ഞങ്ങളൊരു 2-3 വണ്ടി അവിടെ നിർത്തി അവരെ കൂടി ചായം കുടിച്ചിട്ട് പയ്യ വണ്ടി എടുത്ത് തന്നെയാണ്. അതേ സ്പീഡില്ല, ഒരു 30-35 സ്പീഡുള്ളു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഈ കാറ് വേറൊരു കാറിന് ഓവർടേക്ക് ചെയ്ത് വന്ന പോലെ തോന്നി. ഞാൻ ലെഫ്റ്റ് വെട്ടിച്ചു. അതിലെ ലെഫ്റ്റ് വെട്ടിച്ചിട്ട് ഇടിതാണ്. പുള്ളി ഉറങ്ങിപ്പോയെന്ന് പറയണത്. അവര് രാവിലെ 4 മണിക്ക് 5 മണിക്ക് അങ്ങോട്ട് കായംകുളത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇടക്കൊച്ചിയിൽ ഇവിടെ കിടന്നുറങ്ങി. കുറച്ചു നേരം കിടന്നിട്ട് വണ്ടി എടുത്തേന്ന് പറയണത്. അവർ സമ്മതിച്ചു, ഡ്രൈവർ സമ്മതിച്ചു, ഉറങ്ങിപ്പോയെന്ന് സമ്മതിച്ചു. ആൾക്ക് അപകടമൊന്നും പറ്റിയില്ല. ഞാൻ വണ്ടി ഇടി കഴിഞ്ഞപ്പോൾ ഞാൻ ആള് തീർന്നെന്ന് ഞാൻ ഓർത്തു. പക്ഷെ ഇത് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ആൾക്കാർക്കൊന്നും പറ്റിയില്ല. 2 പേരുണ്ടായിരുന്നു. പിന്നെ വണ്ടിയുടെ റൈറ്റ് സൈഡ് ഹെഡ്ലൈറ്റ് ബമ്പർ ഇടിച്ച്, ടയറിൽ ഇടിച്ച്, ഡീസൽ ടാങ്കിൽ ഇടിച്ചിട്ടാണ് വണ്ടി നിന്നത്. ഡീസൽ ടാങ്ക് ഡാമേജ് ആയി. പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് അധികാരികൾ താൽക്കാലിക നടപടികൾ സ്വീകരിക്കുന്നതല്ലാതെ സ്ഥിരം റോഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ പ്രദേശത്ത് കഴിഞ്ഞ നാളുകളിലുണ്ടായ അപകടത്തിൽ 4ഓളം പേർ മരണപ്പെടുകയും ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ നടപടി സ്വീകരിക്കാനോ പാർക്കിംഗ് ഒഴിവാക്കാനോ മേൽപ്പെട്ട പോലീസ് അധികാരികൾ തയ്യാറാകുന്നില്ല എന്നത് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആക്ഷേപം കൂട്ടുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്മാർട്ട് മാർട്ടിൽ സ്റ്റുഡൻസ് കോർണർ ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ ബാഗുകൾ, കുടകൾ, റെയിൻകോട്ടുകൾ, നോട്ട്ബുക്കുകൾ, മറ്റു സ്റ്റേഷനറി സാധനങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിൽ ലഭ്യമാകുന്നു. PMSCB സ്മാർട്ട് മാർട്ട്, 40 ഫീറ്റ് റോഡ്, പള്ളുരുത്തി.